ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ജോലിയിൽ നിന്നൊക്കെ ഒരു ഡേ ഓഫ് എടുത്തിട്ട് ഒന്ന് റിലാക്സ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു ദിവസമാണ് വീട്ടിൽ. കഴിഞ്ഞ ആഴ്ചയും ഈ ആഴ്ചയൊക്കെ നല്ല വർക്ക് ഉണ്ടായിരുന്നു, ഹെവി വർക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം മെൻ്റലി ആൻഡ് ഫിസിക്കലി വെരി വെരി ടയർഡാണ്. കാരണം വിക്ടോറിയയിൽ 6 വർഷത്തിൽ ഇപ്പം ഏറ്റവും കൂടുതൽ ചൂടുള്ളൊരു സമയത്തെ കൂടെയാണ് കടന്നു പോകുന്നത്. 40 to 46 ഡിഗ്രി ചൂടാണ് ഇപ്പം വിക്ടോറിയ സ്റ്റേറ്റിൽ പല സ്ഥലത്തായിട്ടും ഉള്ളത്. എപ്പോഴും ജോലിയും പിന്നെ ഫാമിലി ടേക്ക് കെയർ ചെയ്തും ഒക്കെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇമോഷണലി നമ്മൾ വല്ലാതെ ഡ്രെയിൻഡായി പോവും. അപ്പം ഞാൻ ഇന്ന് ഒരു ദിവസം എനിക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുട്ടികളെ കൊണ്ടുപോയി ഡേ കെയറിൽ രാവിലെ വിട്ടു. എന്നിട്ട് ഞാൻ തിരിച്ച് വന്നിട്ട് ആ മെയിൽ ബോക്സൊക്കെ ചെക്ക് ചെയ്തപ്പോൾ ഒരുപാട് മെയിലുണ്ട്. കാറിൻ്റെ രജിസ്ട്രേഷനൊക്കെ അടയ്ക്കാനായിട്ടുണ്ട്. ഇനി അതൊക്കെ പോയി ഇരുന്ന് ചെയ്യണം. ഇതെന്താ ഡോർ സ്റ്റോപ്പറായിട്ട് ഇരിക്കുന്ന കണ്ടോ അവൻ. എന്തൊരു ക്യൂട്ടാണെന്നറിയോ. പൂച്ചക്കുട്ടനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ലൈഫിൽ ഇതുപോലെ ലവ്വിങ് ആയിട്ടുള്ള ഒരു ക്യാറ്റിനെ എനിക്ക് കിട്ടിയിട്ടില്ല. നാട്ടിലായിരുന്നപ്പോൾ ഞാനൊരു 10-20 പൂച്ചകളെ നോക്കിയിട്ടുണ്ട്. പക്ഷേ ഇത്രയും ഒരു അഫെക്ഷനുള്ളൊരു ക്യാറ്റിനെ എനിക്ക് ആദ്യമായിട്ടാണ് കിട്ടണേ. അപ്പം ഞാൻ രാവിലെ എനിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുവാണ്. ഇപ്പോൾ സ്ട്രോബെറിയുടെ സീസണാണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ട്രോബെറിയൊക്കെ വളരെ റേറ്റ് കുറഞ്ഞ് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. അപ്പോൾ വീട്ടിലുണ്ടായിരുന്ന കുറച്ച് ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് ഞാൻ മ്യൂസ്ലി വെച്ച് തണുത്ത പാലൊഴിച്ചിട്ട് അങ്ങനെയാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. സാധാരണ രാവിലെ നല്ലൊരു ചൂടുള്ളൊരു കോഫി അല്ലെങ്കിൽ ഹോട്ട് ചോക്ലേറ്റ് മിക്സ് ചെയ്തിട്ട് അങ്ങനെയാണ് ഞാൻ കഴിക്കാറ്. പക്ഷേ ഇന്നിപ്പോൾ ഭയങ്കര ചൂടായതുകൊണ്ട് നമ്മുടെ ഹോം മെഷീനിൽ കോഫി മെഷീനിൽ ഞാൻ കുറച്ച് എസ്പ്രസ്സോ ഉണ്ടാക്കി അങ്ങനെ ഐസ് ലാറ്റെ അങ്ങനെ തണുത്ത ഒരു ഇതാണ് കുടിക്കുന്നത് രാവിലെ. കഴിഞ്ഞ ആഴ്ച ഞാൻ ടെമൂന്ന് കുറേ ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊന്നും അൺബോക്സ് ചെയ്യാനുള്ളൊരു ടൈം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് വീട്ടിലിരിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് അൺബോക്സിങ്ങും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഞാൻ കുറേ നാളായിട്ട് നോട്ടം ഇട്ട് വെച്ചിരുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഇത് നമ്മൾ ഹണി ഇട്ട് വയ്ക്കുന്ന ഒരു പോട്ടാണ്. കാണാൻ ഭയങ്കര ഭംഗിയുള്ളൊരു ക്യൂട്ടായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണിത്. എനിക്കിങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വീട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ്. ഞാനിവിടെ സപ്പോർട്ട് വർക്കറായിട്ടാണ് ജോലി ചെയ്യുന്നത്, ഹോം കെയറിലും ഏജ്ഡ് കെയറിലൊക്കെ ആയിട്ട്. അപ്പോൾ എനിക്ക് എല്ലാ ദിവസവും തന്നെ ഷിഫ്റ്റ് കിട്ടാറുണ്ട്. ഞാൻ കാഷ്വൽ ആണെങ്കിലും എനിക്ക് എല്ലാ ദിവസവും ഷിഫ്റ്റ് കിട്ടാറുണ്ട്. ഞാൻ മൾട്ടിപ്പിൾ ഏജൻസിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ നമ്മൾ ഹോം കെയർ ഒക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ക്ലയൻസിനെ കൊണ്ട് പുറത്തൊക്കെ പോകേണ്ടി വരാറുണ്ട്. അപ്പോൾ ഇന്നലെയൊക്കെ ഞാൻ ഫുള്ള് പുറത്തായിരുന്നു. ലോങ് അവർ ഷിഫ്റ്റ് ആയിരുന്നുകൊണ്ട് തന്നെ നല്ല ചൂടുമായിരുന്നു. അങ്ങനെ വല്ലാതെ മടുത്തു പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എനിവേ ഇന്നൊരു ദിവസം വീട്ടിനകത്ത് ഇരുന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഇവിടെ ഓസ്ട്രേലിയയിൽ നമ്മൾ ഇപ്പം ബേസ് റേറ്റ് ഇപ്പം നമുക്ക് ഇപ്പോൾ സപ്പോർട്ട് വർക്കറായിട്ട് ജോലി ചെയ്യുവാണെങ്കിൽ പെർ അവർ $30 നമ്മുടെ സാലറി, അല്ലെങ്കിൽ $40 നമ്മുടെ സാലറി എങ്കിൽ നമ്മൾ സാറ്റർഡേ സൺഡേ ഒക്കെ വർക്ക് ചെയ്യുവാണെങ്കിൽ, വീക്കെൻഡ്സ് വർക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് പെനാൽറ്റി റേറ്റ്സ് ഉണ്ട്. ഇപ്പോൾ സപ്പോസ് $30 നമ്മൾ വീക്ക്ലി ബേസ് റേറ്റ് എങ്കിൽ നമ്മൾ സൺഡേ ആണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരു മണിക്കൂർ $45 നമുക്ക് സാലറി കിട്ടും. ഇനി $40 നമ്മുടെ വീക്ക്ലി ബേസ് റേറ്റ് എങ്കിൽ നമുക്ക് $65 പെർ അവർ നമുക്ക് സൺഡേ വർക്ക് ചെയ്താൽ കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ ആൾക്കാർ എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കുന്നത് വീക്കെൻഡ്സിൽ വർക്ക് ചെയ്തിട്ട്. എനിക്ക് വീക്കെൻഡ് ഷിഫ്റ്റുകൾ കിട്ടാറുണ്ടെങ്കിലും ഞാൻ വളരെ കുറഞ്ഞ അവേഴ്സ് മാത്രമാണ് എടുക്കാറ്. കാരണം കുട്ടികൾക്ക് സ്കൂളും ഡേ കെയറും ഉണ്ടാവാറില്ല. അപ്പം മാക്സിമം 2-3 അവേഴ്സ് ഞാൻ വർക്ക് വന്നാൽ എടുക്കാറുള്ളൂ. അതും എല്ലാ വീക്കെൻഡും എടുക്കാറില്ല. കുട്ടികളോട് സ്പെൻഡ് ചെയ്യുവാണ് ചെയ്യുന്നത് വീക്കെൻഡ്സ്. ഇവിടെ ഒരുപാട് പാർക്കുണ്ട് കേട്ടോ കുട്ടികൾക്ക് വേണ്ടിയിട്ട്. ഇപ്പം വാട്ടർ തീം പാർക്കൊക്കെ ഓൾമോസ്റ്റ് ഫുള്ളാണ്. ഇപ്പം നല്ല വെയിലായതുകൊണ്ട് തന്നെ ഈ ഓസ്ട്രേലിയൻസ് കൂടുതലും വെള്ളത്തിലായിരിക്കും. ഒന്നെങ്കിൽ ബീച്ചിൽ ഫുള്ളായിരിക്കും, അല്ലെങ്കിൽ വാട്ടർ തീം പാർക്കൊക്കെ എപ്പോഴും തന്നെ ഫുള്ളായിരിക്കും. അപ്പം ഞാൻ ഈ വീക്കെൻഡിലേക്ക് ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് നടന്നില്ല, കുട്ടികളെയും കൊണ്ടൊന്ന് പോകാമെന്ന് വിചാരിച്ചിട്ട്. ഇതിപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് ആണോ അതോ അൺബോക്സിങ് വീഡിയോ ആണോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ എന്തായാലും ഇതൊക്കെ ഇന്ന് വീട്ടിലിരിക്കുന്നതുകൊണ്ട് അൺബോക്സിങ് ചെയ്യുമ്പം ഞാനങ്ങ് വീഡിയോയിൽ ക്യാപ്ചർ ചെയ്യുവാണ്. ഇത് ഞാനൊരു ഡിഫ്യൂസർ വാങ്ങിച്ചതാണ് കേട്ടോ. ഇതിലേക്ക് ലാവൻഡറിൻ്റെ ഓയിലാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ ഇത് വാട്ടറിൽ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ലാവൻഡറിൻ്റെ ഓയിൽ. ഇത് നമ്മളെ വല്ലാതെ കാമാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് നല്ല സ്ട്രെസ്സൊക്കെ ഉള്ള സമയത്ത് ഈ ലാവൻഡറിൻ്റെ ഓയിൽ നമ്മുടെ പാമിൽ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് സ്മെല്ല് ചെയ്ത് ചെയ്യുവാണെങ്കിൽ നമുക്കിതൊരു ഗ്രൗണ്ടിങ് ടെക്നിക്കാണെന്നാണ് പറയുന്നത്, നമ്മുടെ സ്ട്രെസ് റിലീഫിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഇപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ റെൻറ്റിൻ്റെ വീട്ടിലേക്ക് മാറിയതുകൊണ്ട് തന്നെ എനിക്ക് ചെടികളൊന്നും ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് വാങ്ങിച്ചിട്ടാണ് ഫ്ലവർ വേസിൽ വെച്ചേക്കുന്നത്. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന പോലെയുള്ള കുറേ കണ്ടെയ്നേഴ്സും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചത്. അതിനൊന്നും വലിയ റേറ്റ് ഇവിടെ ഇല്ല, പക്ഷേ നല്ല ക്വാളിറ്റി ഐറ്റംസ് ആണ്. പിന്നെ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ മിക്സ് ചെയ്യാൻ പറ്റിയ ഒരു ഗോൾഡൻ കളർ ബൗളും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ളൊരു ബൗളാണിത്. നല്ല ചൂടായതുകൊണ്ട് തന്നെ എനിക്ക്
പ്ലെയിൻ വാട്ടർ കുടിക്കാൻ ഭയങ്കര മടി. അപ്പം ഞാനിങ്ങനെ കോടിയെല്ലാം മിക്സ് ചെയ്തിട്ട് അപ്പോൾ ഒരു നല്ല ഫ്ലേവർ കിട്ടുമല്ലോ, അങ്ങനെയാണ് ഇപ്പോൾ വെള്ളം കുടിക്കുന്നത്. ഞാനിപ്പോൾ വീഡിയോസ് എല്ലാം എടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് എൻ്റെ കൊലീഗ് പറഞ്ഞു നമുക്കൊന്ന് കോഫിക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ റെഡി ആയിട്ട് നല്ല ചൂടാണ്, പക്ഷെ എന്നാലും ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ബട്ട് ഞാൻ റെഡിയായി പുറത്തിറങ്ങിയപ്പം നിങ്ങൾക്ക് എത്രമാത്രം ക്യാമറയിൽ ഇത് കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഭയങ്കര സ്മോക്കാണ് ഇവിടെ കംപ്ലീറ്റ്ലി. ഓസ്ട്രേലിയയിൽ വിക്ടോറിയ സ്റ്റേറ്റിൽ ഇപ്പോൾ ഒരു 6 വർഷത്തിനകത്ത് ഏറ്റവും കൂടുതൽ ചൂടുള്ളൊരു സമയമാണ്. അതുകൊണ്ട് എല്ലായിടത്തും ബുഷ് ഫയറാണ്. അപ്പോൾ അതിൻ്റെ സ്മോക്കാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കരിഞ്ഞ ഇലയൊക്കെ പറക്കുന്നുണ്ട്. ഞങ്ങൾ ഈ താമസിക്കുന്നതിൻ്റെ അടുത്തുനിന്നൊരു 3 കിലോമീറ്റർ അപ്പുറത്ത് വരെ ബുഷ് ഫയർ ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എമർജൻസി ആപ്പ് ഗവൺമെൻറ്റിന് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് പുറത്ത് പോകണ്ടെന്ന് വിചാരിച്ച് ട്രാവൽ ക്യാൻസൽ ചെയ്ത് ഞാൻ വേഗം കുട്ടികളെ പോയി ഡേ കെയറിൽ നിന്ന് പിക്ക് ചെയ്തു. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം ഞാൻ ബാക്കി എമർജൻസി കാര്യങ്ങളും എമർജൻസി കിറ്റൊക്കെ നമുക്ക് റെഡിയാക്കി വെക്കണം. ഇൻ കേസ് ഓഫ് എമർജൻസി നമ്മൾ ഇവാക്യുവേഷൻ നടക്കുവാണെങ്കിൽ നമ്മൾ പ്രിപ്പയർ ആയിട്ടിരിക്കണമല്ലോ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക ഈ ഒരു സിറ്റുവേഷനിലൊക്കെ കടന്നു പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ചിൽഡ്രൻ ബൈ. സീ ദ സ്മോക്ക്, ബുഷ് ഫയർ പിടിച്ചതിൻ്റെ സ്മോക്ക്.